എന്റെ ഈശ്വര, ആ സമയത്ത് വേദാന്ത് എന്നെ തിരക്കി വന്നില്ലായിരുന്നെങ്കിൽ എന്റെ കാര്യം വേറെ ആരും അറിയാതെ അവര് തീർത്ത് കളഞ്ഞേനെ. അയ്യോ, നീയായിരുന്നോ? ഞാൻ വേറെ ആരോണെന്ന് വിചാരിച്ച് പേടിച്ചു പോയി. അതെന്തിനാ? ഓ, ഇന്നലത്തെ കാര്യം ആലോചിച്ചാണോ? അതൊക്കെ സംഭവിച്ചത് ഇവിടെ വെച്ച് തന്നെയല്ലേ? അത് ഓർത്തോണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴല്ലേ എന്നെ പുറകിൽ നിന്ന് വന്ന് വിളിച്ചത്. റൗഡി ബേബിക്ക് ഇത്രയ്ക്കും പേടിയോ? ഇനിയും നീ ഈ ഹോസ്പിറ്റലിൽ ഇത്രയ്ക്കും പേടിച്ച് നിൽക്കേണ്ട ഒരാവശ്യവും ഇല്ല. വാ. എങ്ങോട്ട് പോകാനാ വിളിക്കുന്നേ? ഞാൻ എങ്ങോട്ട് പോകാൻ വിളിച്ചാലും നീ എന്റെ കൂടെ വരില്ലേ? അതൊന്നും നടക്കില്ല. അതൊക്കെ പിന്നത്തെ കാര്യമല്ലേ. അത് മാത്രല്ല, ഞാൻ ഒറ്റയ്ക്ക് വരികയില്ല. എന്തു പറ്റി? നിനക്കെന്നെ തീരെ വിശ്വാസമില്ലേ? നിനക്ക് വേണ്ടി എന്ത് റിസ്ക് എടുക്കാനും ഞാൻ തയ്യാറാണല്ലോ. എന്നിട്ടും നിനക്കെന്നെ വിശ്വാസമില്ല? വിക്കി ചേട്ടന് ആക്സിഡന്റ് ആയ പിന്നെ നീ ഒന്നും മര്യാദയ്ക്ക് സംസാരിച്ച് ഞാൻ കണ്ടിട്ട് പോലുമില്ല. ഇപ്പോഴും എന്നോട് പഴയ പോലെ സംസാരിക്കുന്ന എനിക്ക് സന്തോഷായി. അത് സത്യമാ. വിക്കി സുഖമായിട്ട് വീട്ടിലേക്ക് വരുന്നവരെ എനിക്കൊരു സമാധാനമില്ല. അവൻ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അമ്മോ. ഇപ്പൊ അറ്റ്ലീസ്റ്റ് ബോധമെങ്കിലും വന്നല്ലോ, കുറച്ച് ആശ്വാസമുണ്ട്. ആണല്ലേ? എനിക്കും അതുപോലെ തന്നെയാ. ആ സന്തോഷത്തിൽ ഞാൻ അമ്മയെ വിളിച്ച് കാര്യം പറഞ്ഞു. അമ്മയ്ക്ക് സമാധാനായി. റിപ്പോർട്ടറിന് ഡ്യൂട്ടി ചെയ്യണ്ടേ? അല്ല, ഡ്യൂട്ടിക്ക് റിപ്പോർട്ട് ചെയ്യണ്ടേ ബോസ്? ഹലോ, ആരാണോ താൻ? ഇതെന്താ പ്രൈവറ്റ് ബസ് ആണെന്ന് കരുതിയോ താൻ ഇതുപോലെ കിടന്ന് വിളിച്ചു പോകാനായിട്ട്? സോറി, അത് പിന്നെ ഞാനിവിടെ എത്തിന്ന് അറിയിക്കാൻ വേണ്ടി വിളിച്ചതാ, അല്ലാതെ കൂവിയതല്ല. എന്റെ ബോസ് എവിടെയാണെന്നൊന്ന് പറയൂ. ഞാൻ നിന്റെ ബോസ് ഒന്നും അല്ല. ഒന്ന് വെറുതെ ഇരിക്കും സാറേ. ഇങ്ങനെ ടെൻഷൻ ആയിട്ടിരിക്കുമ്പോ കോമഡി പറയാൻ നോക്കല്ലേ ബസ്. ബസ് എടോ, അവൻ വീട്ടിലില്ലടോ, ആശുപത്രിയിലാ ഉള്ളത്. ആശുപത്രിയിലോ? അതെ, ആശുപത്രിയിൽ നിന്ന് അവൻ തിരിച്ചെത്തിയിട്ടില്ല. എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞു. വേദാന്ത് വരുമ്പോ ഞാൻ അവനോട് പറഞ്ഞോളാം. അങ്ങനെ കാണുന്നവരുടെ അടുത്തൊക്കെ പറയേണ്ടത് പലചരക്ക് വ്യാപാരമൊന്നും അല്ലല്ലോ. ഓഫീസിലെ കാര്യങ്ങളൊക്കെ അങ്ങനെ എല്ലാവരുടെ അടുത്തും പറഞ്ഞു നടക്കാനൊന്നും പറ്റില്ല. ഇതേ എന്റെ ചേച്ചിയുടെ വീടാ. ഞാൻ വേദാന്തിന്റെ സ്വന്തം അമ്മാവനാണ്. എന്നോടാണ് നീ ഇതുപോലൊക്കെ സംസാരിക്കുന്നത്? മര്യാദയ്ക്ക് കാര്യം എന്താണെന്ന് പറഞ്ഞോ. പറയുന്ന എല്ലാം കോമഡി ആണെങ്കിലും ട്രാജഡി എക്സ്പ്രഷൻ ആണല്ലോ സാറ് തരുന്നത്. ബോസിനോടല്ലാതെ എനിക്ക് വേറെ ആരോട് ഈ കാര്യങ്ങൾ പറയാൻ പറ്റില്ല. അപ്പൊ നിന്റെ തീരുമാനം അങ്ങനെയാണല്ലേ? നിങ്ങളെ പോലുള്ള ആൾക്കാരോടൊക്കെ ഇതൊന്നും പറഞ്ഞു നടക്കാൻ പാടില്ല. ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യേണ്ടതാണല്ലോ. മതി മതി മതി, കാര്യം എന്താണെന്ന് വെച്ചാ പറ. അതല്ലേ പറയുന്നത്. ഓഫീസിലെ കാര്യങ്ങളൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല. ഒന്ന് നിർത്തണോ? കുറെ നേരം വല്ല തുടങ്ങിട്ടോ ഓഫീസിലെ കാര്യം എന്ന് പറഞ്ഞു. ഇതൊക്കെ ഞാൻ എത്ര കണ്ടതാണെന്ന് അറിയോ? ഇങ്ങനെ ടച്ച് ചെയ്തൊന്നും സംസാരിക്കാൻ പാടില്ല. എനിക്കതൊന്നും ഇഷ്ടമല്ല. വലിയ അഹങ്കാരം ഒന്നും കാണിക്കല്ലോ. ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ, ഇങ്ങനെ ടച്ച് ചെയ്തുള്ള സംസാരം ഒന്നും വേണ്ട, എനിക്കത് ഇഷ്ടമല്ലാന്ന്. മനസ്സിലായോ? ബെൽറ്റ് ഇട്ടേക്കുന്ന കണ്ടുകൊണ്ടോ? ഇത് എന്റെ രണ്ടാം ജന്മം ആടോ. നീ എന്നെ പിന്നെയും കൊല്ലാൻ നോക്കുവാണ്. നിന്നോടൊക്കെ സംസാരിക്കുമ്പോ എന്നെ പറയണം. എന്റെ അമ്മയ്ക്ക് അല്ല, ഞാൻ ആരാണെന്നാ ഇയാളൊക്കെ വിചാരിച്ചത്? എന്നെ ടച്ച് ചെയ്ത് സംസാരിക്കുന്നു. വെറുതെ ഞാനൊന്നും തൊട്ടപ്പോ തന്നെ അയാളുടെ കാറ്റ് പോയത് കണ്ടില്ലേ? ഇരുട്ട് വീണ് കഴിഞ്ഞപ്പോ എന്തോ ഉടായി പൊപ്പിക്കാൻ വേണ്ടി പോയതാ. ഞാൻ വെറുതെ ഒന്ന് ടച്ച് ചെയ്തതേ ഉള്ളൂ. അപ്പോഴേക്കും അയാള് അമ്മേ പിടിക്ക്. ഇതൊക്കെ ഇനി ആര് കഴിക്കാനാ? കളയല്ലാതെ നമ്മൾ എന്ത് ചെയ്യാനാ? പ്രമി, നീ ഇന്ന് വരെ ആഹാരം ഉണ്ടാക്കുമ്പോ ഇങ്ങനെ ശ്രദ്ധിക്കാതിരുന്നിട്ടില്ല.
മാത്രമല്ല നമ്മുടെ മെസ്സിൽ നീ ഉണ്ടാക്കുന്ന ഇഡലി വളരെ ഫേമസും അല്ലേ. ഇവിടെ വരുന്നവര് കൂടുതൽ ഇഡലി അല്ലേ കഴിക്കുന്നേ. എന്നിട്ട് ഇന്ന് എന്താ പറ്റിയത്? എന്റെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിരുന്നു. രാത്രി മുഴുവൻ ഞാൻ ആരതിയും വിക്കിയും കുറിച്ച് ആലോചിച്ചത്. പാവം നമ്മുടെ വിക്കിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് ഓർക്കുമ്പോ എനിക്ക് വിഷമം ഒട്ടും സഹിക്കാൻ പറ്റിയില്ല. അതൊക്കെ ആലോചിച്ച് ഭക്ഷണം ഉണ്ടാക്കിയപ്പോ കുറച്ച് ഉപ്പ് കൂടി പോയെന്ന് തോന്നുന്നേ. നമുക്കിതൊന്നും ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. എന്നിട്ട് നമ്മൾ തോൽക്കാൻ തയ്യാറായില്ല. ഈ മെസ്സ് ഇങ്ങനെയൊരു നിലയിലായത് നമ്മുടെ മക്കളുടെ കഷ്ടപ്പാടുണ്ടാ. ഇതിൽ നമ്മുടെ കഷ്ടപ്പാടിനേക്കാൾ അവരുടെ സ്നേഹമല്ലേ വലുത്. അവരെപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ മിഡിൽ ക്ലാസ് ജനങ്ങളല്ലേ പ്രമി. സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ അത് നമ്മുടെ നല്ലതിനു വേണ്ടിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം. ജനങ്ങൾ എന്തെങ്കിലും സ്വീകരിക്കാൻ ഒരുപാട് സമയമെടുക്കും. പക്ഷെ അതിനെ തിരസ്കരിക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ട. നമ്മുടെ തെറ്റുകാരന് അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല. ഇവിടെ എന്തായാലും ഹോട്ടലിലെ സർവീസും ഇവിടുത്തെ രുചികളും ആളുകൾക്ക് വലിയ ഇഷ്ടം. നല്ലത് മാത്രമേ എല്ലാവരും പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും കൂടുതൽ സൂക്ഷിക്കുക വേണ്ടത്. 100 പേര് നമ്മുടെ ചുറ്റും നിന്ന് നല്ലത് പറഞ്ഞാലും ഒരാൾ കുറ്റം പറഞ്ഞാൽ മതി എല്ലാം നഷ്ടപ്പെടാൻ. കടയിലേക്കുള്ള ആളുകളുടെ വരവ് കുറയും. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങൾ ആരെ അറിയിക്കരുത്. അങ്ങനെ വേണം വിജയിക്കാൻ. സത്യം തന്നെയാ. മറ്റാരെങ്കിലും ആണെങ്കില് നല്ല ശബ്ദത്തിൽ തന്നെ എന്നെ വഴക്ക് പറഞ്ഞേനെ. നിങ്ങൾ എന്നോട് അങ്ങനൊന്നും പറഞ്ഞില്ലല്ലോ. നമ്മളിപ്പോ ചെയ്യുന്നത് ഒരു സേവനം കൂടിയാണല്ലോ. അതുകൊണ്ട് ഞാൻ ഇനി നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്തോളാം. ഇനി ഞാൻ ഈ തെറ്റൊരിക്കലും ആവർത്തിക്കില്ല. കുറച്ചുകൂടെ ശ്രദ്ധിച്ച് ഞാൻ ചെയ്തോളാം. ദൈവാനുഗ്രഹം കൊണ്ട് നമ്മുടെ വിക്കി വേഗം പഴയതുപോലെ ആകുമായിരിക്കും അല്ലേ? ഉറപ്പായിട്ടും അമ്മേ, അതൊക്കെ തീർച്ചയല്ലേ. വെറുതെ ടെൻഷൻ അടിക്കണ്ട പ്രമി. വാ വാ വാ. എന്താ ആദ്യത്? നീയാണോ ഫുഡ് പാക്ക് ചെയ്യുന്നത്? പാക്കിങ് മാത്രമല്ല, ഇതൊക്കെ ഉണ്ടാക്കിയത് ഞാൻ തന്നെ. എന്താ ഇതൊക്കെ നീയാണോ ഉണ്ടാക്കിയത്? നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ? ഇതൊക്കെ ചെയ്യാനല്ലേ വീട്ടിൽ സെർവൻസ് ഉള്ളത്. എന്തിന്? ഞാൻ ഉണ്ടാക്കിയ ഫുഡൊക്കെ കഴിച്ച് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണോ? അയ്യോ, ഞാൻ അതല്ല മോളെ ഉദ്ദേശിച്ചത്. നീ എന്തായാലും ആ വേദാന്ത് മേനോന്റെ അനിയത്തിയാണെന്ന് തെളിയിച്ചു. ഇപ്പൊ ഈ പറഞ്ഞത് ഞാനൊരു കോംപ്ലിമെന്റ് ആയിട്ട് എടുക്കുന്നു. ഞാൻ എന്റെ ചേട്ടന്റെ അനിയത്തിയാന്ന് പറഞ്ഞതിൽ എനിക്ക് യാതൊരു തെറ്റും തോന്നുന്നില്ല. എന്തിനാ ഇങ്ങനെ വെറുതെ സ്ട്രെയിൻ ചെയ്യുന്നത്? ഈ സമയത്ത് നീ റെസ്റ്റ് ചെയ്യാണ് വേണ്ടത്. റെസ്റ്റ് വേണമെന്നുള്ളത് ശരി തന്നെയാ. എന്നും പറഞ്ഞ് എപ്പോഴും റെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇനി ഫുൾ ഡേ ഞാൻ ഫ്രീ ആണല്ലോ. കുക്ക് ചെയ്യാൻ അധികം സമയമൊന്നും വേണ്ടല്ലോ. അതെ, ആരോടും ചോദിക്കാതെയും പറയാതെ ഒന്നും നീ ഇങ്ങനെയൊക്കെ ചെയ്യരുത്. അല്ല, നിന്റെ കാര്യത്തെക്കുറിച്ച് നിനക്ക് യാതൊരു കെയറിങ്ങും ഇല്ലേ? ഈ സമയത്ത് ഇങ്ങനെ കഷ്ടപ്പെട്ട് നിന്ന് ജോലി ചെയ്യേണ്ട ആവശ്യമൊന്നും നിനക്കില്ല. വയ്യാതെ കിടക്കുന്നത് ഞാനല്ല അമ്മേ, വിക്കി ചേട്ടനാ. അവനിതുവരെ ബോധം പോലും വന്നിട്ടില്ല, പാവം. അവിടെയാണെങ്കിൽ വേദാന്തേട്ടനും അമ്മവും ആരതിയും രാത്രി മുഴുവനും അവിടെ തന്നെ ഉണ്ടായിരുന്നതല്ലേ. അവരെ കുറിച്ചും കെയർ ചെയ്യേണ്ടതല്ലേ. അതിനിപ്പോ നിനക്കെന്താ പ്രശ്നം? നീ ഇപ്പൊ ചെയ്യേണ്ടത് നിന്റെ കാര്യത്തിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നിനക്ക് വിക്കിയോടുള്ള സ്നേഹവും കരുതലും എല്ലാം എത്രമാത്രം ഉണ്ടെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാ. ഈ സ്നേഹം എന്ന് പറഞ്ഞത് അങ്ങോട്ട് മാത്രമല്ല മാവ, അവർക്കും അതേ സ്നേഹം നമ്മളോട് തിരിച്ചുണ്ട്. അപ്പോഴല്ലേ അതിന് അർത്ഥം ഉണ്ടാവൂ. ശരി, നീ ആ സ്നേഹത്തിന്റെ പുറത്തല്ലേ ഇപ്പൊ ഭക്ഷണം ഉണ്ടാക്കിയത്? ആ ഭക്ഷണം ഞാൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിക്കോളാം. എന്നിട്ട് എന്റെ സ്നേഹം ഞാൻ അവിടെ അറിയിച്ചേക്കാം. അതൊന്നും വേണ്ട, ഞാൻ തന്നെ പോയിക്കോളാം.
ആദ്യ നീ ഇപ്പൊ ഹോസ്പിറ്റലിലേക്കൊന്നും പോകണ്ട. അതെന്താ പാടില്ലാത്തത്? ആദ്യ നീ ഇപ്പൊ ഹോസ്പിറ്റലിലേക്കൊന്നും പോകണ്ട, വീട്ടിൽ തന്നെ ഇരിക്കെ. ഞാനിവിടെ വെറുതെ ഇരിക്കുന്നത്. ആ സമയത്ത് ഞാൻ കൊടുത്തിട്ട് വരാം. നോക്ക്, നീ ഇങ്ങനെ വെറുതെ വാശി പിടിക്കാൻ നിൽക്കണ്ട. ഇപ്പൊ നീ അങ്ങോട്ട് പോയി നേരിട്ട് ആഹാരം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ ചെയ്യാൻ ഞാൻ ഇവിടെ സെർവൻസിനെ നിർത്തിയിട്ടുണ്ട്. നീ ഇതിനു വേണ്ടി ഇങ്ങനെ സ്ട്രെയിൻ ചെയ്യരുതെന്നാ പറഞ്ഞത്. അങ്ങനെ ഇപ്പൊ സ്ട്രെയിൻ എടുക്കുന്നത് ഞാനല്ലേ, നിങ്ങളാരുമല്ലല്ലോ. വിക്കി ചേട്ടൻ ഓക്കെ ആയി എന്ന് അറിയുന്നത് വരെ എനിക്ക് യാതൊരു സമാധാനം ഉണ്ടാവില്ല. ആദ്യ നീ പറയുന്നതൊന്ന് മനസ്സിലാക്ക്. അവനിപ്പോ യാതൊരു പ്രശ്നവും ഇല്ല. അവൻ ട്രീറ്റ്മെന്റിനോടൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നു ഡോക്ടർ പറഞ്ഞത് കേട്ടതല്ലേ. അവന്റെ ഇപ്പോഴുള്ള അവസ്ഥയൊക്കെ മാറിക്കോളും. നീ ഇങ്ങനെ ആവശ്യമില്ലാതെ വിക്കിയെ കെയർ ചെയ്തിട്ട് നിന്റെ ആരോഗ്യത്തിന് പ്രശ്നമൊന്നും ഉണ്ടാക്കി വെക്കരുത്. നോക്കാദ്യ, ഈ അവസ്ഥയിൽ നീ ഇങ്ങനൊരു റിസ്ക് എടുക്കാൻ പാടില്ല. ഈ സമയത്ത് ഹോസ്പിറ്റൽ പരിസരമൊന്നും നിനക്കത്ര നല്ലതായിരിക്കില്ല. വെറുതെ എന്തിനാ പ്രശ്നങ്ങൾ തലയിലെടുത്ത് വെക്കാൻ നോക്കുന്നേ ആദ്യ? അമ്മ സത്യത്തിൽ ശരിക്കും ആരെ കെയർ ചെയ്യുന്നേ? ഞാനത്ര ചെറിയ കുട്ടിയൊന്നുമല്ല. ആദ്യം നീ സ്ട്രോങ് തന്നെയാ, പക്ഷെ നീ എന്റെ മകളാണല്ലോ. ഇതിനു മുമ്പ് എന്താ സംഭവിച്ചതെന്ന് നിനക്കറിയാവുന്നതല്ലേ. ഇനിയും അത് ആവർത്തിക്കുന്നത് എനിക്ക് ഒട്ടും താല്പര്യമല്ല. ഒരു മനുഷ്യന്റെ വിധി എന്താണോ അതെന്തായാലും സംഭവിച്ചിരിക്കും അമ്മേ. ഞാൻ മാത്രമാണോ അമ്മയുടെ മകള്? വിക്കിച്ചേട്ടൻ അമ്മയുടെ മകനല്ലേ? എന്താ ഇവിടെ രാവിലെ തന്നെ അടുക്കള വെച്ച് എന്ത് ചർച്ച ഇവിടെ നടക്കുന്നത്? ഇവിടെ എന്താ ഇപ്പൊ പ്രശ്നം സുഹാസിനി? ഇവിടെ ഒന്നും ഒരു പ്രശ്നമില്ല മുത്തശ്ശി. ഇവർക്കൊക്കെ എന്നോടുള്ള സ്നേഹവും ശ്രദ്ധയൊക്കെ കൂടി പോയിട്ട് ഞാൻ വളരെ വീക്കാണെന്നാ വിചാരിച്ചിരിക്കുന്നത്. ഞാനുണ്ടാക്കിയ ആഹാരം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കണോന്ന് പറഞ്ഞപ്പോ എനിക്കെന്തോ പറ്റൂന്നാ പറയുന്നത്. മുത്തശ്ശിക്ക് എന്നെ കുറിച്ച് അറിയാലോ. നിങ്ങൾ എന്ത് പറഞ്ഞാലും അതെല്ലാം ഞാൻ അനുസരിക്കുന്നുണ്ടെന്ന്. പക്ഷെ ഇത്തവണ അത് എന്തായാലും പറ്റില്ല. ഞാൻ ഹോസ്പിറ്റലിൽ പോവുകയും ചെയ്യും, വിക്കി ചേട്ടനെ കാണുകയും ചെയ്യും. കണ്ണൻചേട്ടാ, എപ്പോഴും ഇങ്ങോട്ട് വന്നേ? ഇപ്പൊ വന്നേ ഉള്ളൂ. ഒരു പ്രശ്നമില്ലല്ലോ അല്ലേ? ഇവിടെ എല്ലാം ഓക്കെ അല്ലേ? ഒരു കുഴപ്പമില്ല കണ്ണൻചേട്ടാ, എല്ലാം ഓക്കെ. ഇന്നലെ സംഭവിച്ചത് ഹോസ്പിറ്റലിന്റെ മിസ്റ്റേക്ക് ആയിരുന്നല്ലോ. നേരിട്ട് ഡോക്ടറോട് പറഞ്ഞപ്പോ അദ്ദേഹം തന്നെ കൂടെ നിന്ന് എല്ലാം ശരിയാക്കി. ആ കണ്ണൻചേട്ടാ, ഇന്നലെ നടന്ന സംഭവം ഒന്നും വീട്ടിൽ പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ? ഇല്ല, ഞാൻ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. പറഞ്ഞു കഴിഞ്ഞാ പിന്നെ പേടിക്കുമല്ലോ എന്ന് ഓർത്തിട്ടാ. വെറുതെ പേടിക്കുക മാത്രമല്ല കണ്ണൻചേട്ടാ, ആകാശം ഇടിഞ്ഞ് വീണ പോലെ ആയിരിക്കും പെരുമാറാൻ പോകുന്നേ. അതോർത്ത് എല്ലാവരും വിഷമിക്കും. വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോലും വിടില്ല. ജയിലിലിട്ടതുപോലെ വീട്ടിൽ തന്നെ പിടിച്ചിടും. ശരി ചേട്ടൻ നടക്ക്. എന്തെങ്കിലും പറഞ്ഞോ? ഇതുവരെ ഡോക്ടർ വന്നില്ലേ? അവരെന്തെങ്കിലും പറഞ്ഞോ? ദൈവാനുഗ്രഹമുണ്ട്. രാത്രിയായപ്പോ വിക്കി റെസ്പോണ്ട് ചെയ്തു. അതറിഞ്ഞില്ലേ? സത്യമാണോ? ഞാൻ എന്തിനാ കള്ളം പറയുന്ന കണ്ണേട്ടാ?
സത്യത്തിൽ വിക്കി റെസ്പോണ്ട് ചെയ്തിരുന്നേട്ടാ. ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് എല്ലാം പഴയതുപോലെ തന്നെയാവും, പെട്ടെന്ന് തിരിച്ചു പോവാന്ന് പറഞ്ഞു. ഇപ്പോഴാ എനിക്ക് സമാധാനമായത്. എനിക്കല്ലെങ്കിലും അറിയായിരുന്നു ഏട്ടത്തി, അവനൊന്നും സംഭവിക്കില്ലെന്ന്. അവൻ പഴയതുപോലെ ഓടിച്ചാടി നടക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. നന്മയുള്ളവരെ ദൈവം അങ്ങനെ കൈവിടില്ല. അത് ഇവന്റെ കാര്യത്തിലും സത്യമാണ്. സത്യം പറയണെങ്കിൽ ഞാൻ ഇന്നലെ ഒരുപാട് പേടിച്ചു പോയേട്ടാ. എന്നാലും എനിക്ക് ഉള്ളിന്റെ ഉള്ളിൽ വിക്കിയെ കുറിച്ചൊരു പേടിയുണ്ട്. നിങ്ങൾ ടെൻഷൻ ആവണ്ട ഏട്ടത്തി, വിക്കിക്ക് ഒന്നും സംഭവിക്കില്ല. ഇവൻ നമ്മൾ എല്ലാവരെക്കാളും സ്മാർട്ടാണ്. ഇപ്പൊ അവസ്ഥകളൊക്കെ മാറിയില്ലേ? ഇത്ര പെട്ടെന്ന് അവൻ റെസ്പോണ്ട് ചെയ്യുമെന്ന് വിചാരിച്ചില്ലല്ലോ. അവന്റെ മുൻപിൽ ഒരു ചെറിയ ചാൻസ് ഉണ്ടെങ്കിലും അവനത് വളരെ പെട്ടെന്ന് മനസ്സിലാക്കും. ആ സ്ഥിതിക്ക് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. എനിക്ക് നല്ല വിശ്വാസമുണ്ട്, വിക്കി തീർച്ചയായിട്ടും പെട്ടെന്ന് റിക്കവർ ചെയ്യാം. ആരാ നിങ്ങള്? നിങ്ങളുടെ ബോസിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. വിക്കി ഏത് ഫ്ലോറിലുള്ളത്? ഞങ്ങളുടെ ബോസിനോട് നിങ്ങൾ എപ്പോഴാ സംസാരിച്ചത്? ഇന്ന് രാവിലെ. ശരി, ആ ഭാഗത്ത്. ഞങ്ങൾ ഡ്യൂട്ടിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സാർ. ഓൾറെഡി ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞു. നീ ഒരു ഫൈറ്ററാണ് വിക്കി. നീ എത്രയും വേഗം റിക്കവറി ആവുമെന്ന് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അതിപ്പോ സത്യമായി. ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞു നിന്നെ വേഗം തിരിച്ചു കൊണ്ടുവരാന്ന്. ഡോണ്ട് വറി. നിനക്കൊരു കാര്യം അറിയോ? ചേട്ടനിപ്പോ എന്നോട് പഴയതുപോലെ ദേഷ്യമൊന്നുമില്ല. വളരെ നോർമലായിട്ട് തന്നെ എന്നോട് സംസാരിക്കുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുണ്ട് ചേട്ടൻ. എനിക്കിപ്പോ എത്ര സന്തോഷമുണ്ടെന്നറിയോ? നിങ്ങളോടൊപ്പം ഇനി എനിക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല എന്നോർത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു പേടിയേ ഇല്ല. അതെന്താണെന്നറിയോ? ഇന്നല്ലെങ്കിൽ നാളെ ചേട്ടൻ എല്ലാം മനസ്സിലാക്കും. പക്ഷെ ആ സുഹാസിനി ഇതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ഇതിനെല്ലാം കാരണം അവരാ. അവര് തന്നെയാണ് നിന്നെ ഈ ഗതിയിലാക്കിയത്. നിനക്കും ചേട്ടനും ഇനിയും അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് എനിക്ക് പേടിയുണ്ട്. ഇതൊക്കെ എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. ആ ടെൻഷനിലാണ് ഞാൻ ഇത്രയും നാളും ജീവിച്ചത്. പക്ഷെ ചേട്ടൻ അവരെ ഒരുപാട് വിശ്വാസമാണ്. മനസ്സിൽ ദൈവങ്ങളുടെ സ്ഥാനത്താണ് വെച്ചിരിക്കുന്നത്. പക്ഷെ അവർക്കതിനുള്ള യോഗ്യതയില്ല. എന്തെങ്കിലും എത്രയും വേഗം ചെയ്യണം. ആവശ്യമില്ലാത്തൊക്കെ ചേട്ടന്റെ തലയിൽ കുത്തി നിറച്ച് ചേട്ടനെ വിശ്വസിപ്പിച്ചിരിക്കും. നിങ്ങൾ ഇത്രയും നാളും കണ്ടത് അവരുടെ മുഖമല്ല, അതൊരു മുഖം മൂടിയാ. ആ മുഖം മൂടി മാറ്റിക്കഴിഞ്ഞാ ക്രൂരമായ മറ്റൊരു മുഖമുണ്ട് അവർക്ക്. അവര് സത്യത്തിൽ നീചയാണ്, അത്യാഗ്രഹിയാണ്. അവരുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. അവർ വിചാരിക്കുന്നത് നേടുന്നത് വരെ നിങ്ങളാരും അവിടെ സേഫ് ആയിരിക്കില്ല. ഞാൻ ഈ പറയുന്നതൊന്നും നിനക്ക് മനസ്സിലായിന്ന് വരില്ല വിക്കി. എനിക്കെന്താ സംഭവിച്ചതെന്ന് നിനക്കറിയില്ല വിക്കി. എന്താ ഇത്? 20 ലക്ഷം, 30 ലക്ഷം, 50 ലക്ഷം, വലിയ എമൗണ്ട് ആണല്ലോ ട്രാൻസ്ഫർ ആയിരിക്കുന്നത്. അതും അമ്മയുടെ അക്കൗണ്ടിലേക്ക്. ചാരിറ്റി ആണെങ്കിൽ ട്രസ്റ്റിന്റെ അക്കൗണ്ടിലേക്കല്ലേ പോകേണ്ടത്. പക്ഷെ ഇതെങ്ങനെ സംഭവിച്ചു?
എന്റെ ഈശ്വര, ഇത് ഈ വർഷത്തെ മാത്രം കാര്യമല്ല. ചേട്ടന്റെ ബിസിനസ് സ്റ്റാർട്ട് ആയപ്പോഴുള്ള കാര്യമാണല്ലോ. ഏതൊക്കെയോ അക്കൗണ്ടിലേക്ക് വലിയ വലിയ എമൗണ്ട് ആണല്ലോ പോയിരിക്കുന്നത്. വാട്ട് നോൺസെൻസ്. ഇതൊന്നും ചേട്ടൻ അറിഞ്ഞിട്ടില്ല. അപ്ലോഡ് ചെയ്തിരിക്കുന്ന ആരാണെന്നുള്ള ഡീറ്റെയിൽസ് പോലും ഇല്ല. അപ്പോ ഇത് ആരും അറിയാതെ ചെയ്യുന്നതാണെന്നുള്ളത് ഉറപ്പാ. അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുള്ള കാര്യം ചേട്ടന്റെ മനസ്സിൽ പോലും ഉണ്ടാവില്ല. സ്വന്തം മകനോട് തന്നെ ഇത് കാണിക്കുന്നു. നോ, ഇത് വെറുതെ വിടാൻ പാടില്ല. ഇത് ചേട്ടനെ അറിയിച്ചേ പറ്റൂ.